السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون. സഹോദരന്മാരെ, സഹോദരികളെ, ക്യാമ്പിൻ്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങുകയാണ് നമ്മൾ. ജീവിതത്തിൻ്റെ, ഐഹിക ജീവിതത്തിൻ്റെ പരിസമാപ്തി എവിടെ വെച്ചാണ്, എന്നാണ് അത് സംഭവിക്കുക എന്ന് നമുക്കറിഞ്ഞൂടാ. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. എവിടെ വെച്ചാണ് മരണം സംഭവിക്കുക എന്ന് ആർക്കും അറിയില്ല. അല്ലാഹു തആല അറിയിച്ചു തന്നിട്ടില്ല എന്നർത്ഥം. മരിക്കും എന്ന് ആയത്തോതി സ്ഥാപിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാവരും മരിക്കും. വൈന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ പൂർണ്ണമായി പ്രതിഫലം നൽകും. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അന്ന് ആര് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ ഫഖദ് ഫാസ്, അവനാണ് വിജയി. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവങ്ങളാണ്. ഇവിടെ അനുവദിച്ചു കിട്ടിയ ജീവിതം നാളെ അനുകൂലമായി മാറാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് നിർദ്ദേശിക്കാനുള്ളത്. സഹോദരങ്ങളെ, നമ്മുടെ താല്പര്യം കൊണ്ടല്ല നമ്മൾ ഈ ദുനിയാവിൽ വന്നത്. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ പോകേണ്ടവരാണ്. മടക്കയാത്ര നോട്ടീസ് സൂചിപ്പിച്ചതുപോലെ ആ മടക്കയാത്ര എന്നാണ് സംഭവിക്കുക എന്ന് നമുക്കറിഞ്ഞൂടാ. ഒരു മയ്യിത്ത് എന്ന നാമം സ്വീകരിച്ചുകൊണ്ട് മുഖത്ത് തുണിയിട്ട് മൂടിയ അവസ്ഥയിൽ നമ്മളെ വീട്ടിൽ കടത്തുകയും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ വന്ന് മുഖത്തെ തുണി നീക്കി നമ്മളെ കണ്ട് നെടുവേർപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ആ കടത്തം നമുക്ക് എന്നാണ് വരാനുള്ളത്, എന്നായിരിക്കും സംഭവിക്കുക നമുക്കറിഞ്ഞൂടാ. ഒരു കട്ടിലിൽ കിടത്തി ആളുകൾ ചുമലിലേറ്റി നമ്മെ ഖബർസ്ഥാനിലേക്ക്, ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ യാത്ര എന്നായിരിക്കും നമുക്കറിഞ്ഞൂടാ. മഹാനായ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ യാത്രയെ സംബന്ധിച്ച് എപ്പോഴും ഓർക്കണം എന്ന് നമ്മെ ഉണർത്തുന്നു. അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. എല്ലാ ബന്ധങ്ങളും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ അധികം സ്മരിക്കുക.
ആ സ്മരണ നിലനിർത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ ചെയ്യാൻ നമ്മോട് കൽപ്പിച്ചു. മരണബോധം ഉണ്ടാകുന്നതിന് വേണ്ടി, പരലോകബോധം ഉണ്ടാകുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂല് ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. ഖബറിന്റെ അടുക്കൽ കാട്ടിക്കൂട്ടുന്ന അലമുറകളും പാടില്ലാത്ത കാര്യങ്ങളൊക്കെ കണ്ടപ്പോ ഖബർ സിയാറത്ത് വിരോധിച്ച ഒരു ഘട്ടമുണ്ട് നബിയുടെ പ്രബോധനത്തിന്റെ ആദ്യ ഘട്ടത്തിൽ. വിശ്വാസികൾ പാകപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. കുൻതു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂർ ഫസൂറുഹാ. ഖബർ സിയാറത്ത് നിങ്ങൾക്ക് വിരോധിച്ചിരുന്നു, ഇപ്പൊ നിങ്ങളത് നടത്തിക്കൊള്ളുക, ഖബർ സന്ദർശിക്കുക എന്ന് പറഞ്ഞതിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്, ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. തീർച്ചയായും ആ ഖബർ സിയാറത്ത് ആഖിറത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടാക്കും എന്നാണ്. പരലോക ബോധമുണ്ടാക്കുന്ന ഖബർ സിയാറത്ത് എന്നാണ്. ഒരു മയ്യത്തിനെ അനുഗമിക്കുമ്പോൾ നമ്മുടെ ഒരു സഹോദരനെ, ഒരു മയ്യത്തിനെ നമ്മൾ കൊണ്ടുപോയി നമ്മുടെ പങ്കാളിത്തത്തോടു കൂടി മറവ് ചെയ്യുമ്പോൾ ഈ ബോധം നമ്മിലുണ്ടാക്കുന്നതാണ്. ഒരു മയ്യത്ത് മറവ് ചെയ്യുന്നത് ഖബർ കുഴിക്കാനും മൂടാനും ഏൽപ്പിക്കപ്പെട്ട ആള് മാത്രല്ല, ഒരു ജനകീയ സ്വഭാവത്തിലാണ്. എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടി, എല്ലാവരുടെയും കൈകൊണ്ട് ഓരോരുത്തർക്കും അതിൽ പങ്കാളിത്തം, ഈ സഹോദരനെ മറവ് ചെയ്യുന്നതിൽ. ഇത് ഒരു പരലോക ബോധമുണ്ടാക്കുന്നതാണല്ലോ. ഇതുപോലെ ഈ ഖബർസ്ഥാനിൽ, ഈ ഖബറിലേക്ക് എൻ്റെ കൂട്ടുകാർ എന്നെയും തിരിച്ചയക്കും, മടക്കും. എൻ്റെ കൂട്ടുകാർ മണ്ണ് വാരിയിട്ട് എന്നെയും മറവ് ചെയ്യും എന്ന ഒരു ബോധം. മറ്റൊന്ന്, ഞാനടക്കം മറവ് ചെയ്യുന്ന ഈ മയ്യത്തിനെയും പിന്നീട് ഇങ്ങോട്ട് വരാനുള്ള എന്നെയുമൊക്കെ അള്ളാഹു വീണ്ടും ഈ ഖബറിൽ നിന്ന് ഒരു പുനരുത്ഥാനത്തിന്, ഒരു വിചാരണക്ക് വേണ്ടി വീണ്ടും ജീവിപ്പിക്കും. അള്ളാഹു തിരിച്ചു വിളിക്കും. ഈ ബോധമുണ്ടാക്കുന്ന ഒരായത്തുണ്ട് സൂറത്ത് ത്വാഹയിൽ. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. ഈ മണ്ണിൽ നിന്നാണ് നാം നിങ്ങളെ സൃഷ്ടിച്ചത്, ഈ മണ്ണിലേക്ക് നാം നിങ്ങളെ മടക്കുന്നു, ഈ മണ്ണിൽ നിന്ന് വീണ്ടും മറ്റൊരിക്കൽ ജീവിപ്പിക്കുന്നു എന്ന് പഠിപ്പിക്കുന്ന ആയത്ത് ഓർക്കുന്നത് നന്നായിരിക്കും. ഒരു ഖബർ കാണുമ്പോൾ നമ്മൾ ഖബറാളിക്ക് വേണ്ടി സലാം പറയുന്നു, അസ്സലാമു അലൈക്കും യാ അഹ്ല ഖുബൂർ. ഖബറാളികൾക്ക് അള്ളാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൻ മുഅ്മിനീൻ. വിശ്വാസികളുടെ വീട്ടിൽ അന്തി കഴിച്ചുകൂട്ടുന്നവരെ, ഖബറാളികളെ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സമാധാനം ഉണ്ടാവട്ടെ. ഇത് ഖബറാളിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അതിന്റെ അവസാനം പറയുന്ന വാക്ക് വൈന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഇൻഷാ അല്ലാഹ് ഞങ്ങളും നിങ്ങളുടെ കൂടെ വന്നു ചേരുന്നവരാണ്. വൈന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഞാനും ഈ ഖബർസ്ഥാനിലേക്ക് വരാനുള്ളവനാണ്. ഇത് നിത്യജീവിതത്തിൽ നമുക്കുണ്ടാകണം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു പരലോക ബോധം ഇത് എന്ന് സംഭവിക്കും എന്നതിനെ സംബന്ധിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ എത്ര ദുർബലരാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരലോകത്തെക്കുറിച്ച് ഓർക്കുകയാണ്. പടച്ചോനെ, തൻ്റെ കൂടെ പതിയിരിക്കുന്ന മരണത്തെക്കുറിച്ച് മനുഷ്യൻ ആലോചിക്കുന്നില്ലല്ലോ. ഹിജറ പോയി മദീനയിലെത്തി പനിച്ചു കിടക്കുമ്പോഴാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പാടിയത്. കുല്ലുംരിഇൻ മുസബ്ബഹുൻ ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാകി നഅലിഹി. ഓരോരുത്തരും തങ്ങളുടെ കുടുംബത്തിൽ സുഖകരമായി കഴിച്ചുകൂട്ടുന്നു, മരണമാകട്ടെ ചെരുപ്പിന്റെ ബാറിനോളം അവരുടെ സമീപത്തുണ്ട് എന്ന്. കൂടെ പതിയിരിക്കുന്ന മരണത്തെക്കുറിച്ച് മനുഷ്യന്മാർ ആലോചിക്കുന്നില്ലല്ലോ എന്നാണ് ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓർക്കുന്നത്.
മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടും, ഹാസിബു ഖബ്ല അൻ തുഹാസബു, അള്ളാഹു നിങ്ങളെ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആത്മവിചാരണ നടത്തുക, സ്വയം വിചാരണ നടത്തുക എന്ന്. നമ്മൾ നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കേണ്ടതാണ്, പടച്ചോനെ, ഇന്ന് ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ പാപ്പികളുടെ കൂടെ നരകത്തിന്റെ വിറകായി മാറുമോ? അതല്ല, സജ്ജനങ്ങളുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുമോ? എന്താണ് എൻ്റെ അവസ്ഥ എന്ന് ഒരു ആത്മവിചാരണ നടത്തണം എന്ന് അമീറുൽ മുഅ്മിനീൻ ആവശ്യപ്പെടുകയാണ്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ പരലോക ചിന്ത സൂറത്ത് യൂസുഫിൽ അല്ലാഹു പറയാണ്, ജീവിതത്തിൽ ഒട്ടേറെ പരീക്ഷണങ്ങൾ കഴിഞ്ഞ് അവസാനം ഈജിപ്തിന്റെ ഭരണപങ്കാളിത്തമൊക്കെ ലഭിച്ച സമയത്ത് റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്കി വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസി ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ്ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്വാലിഹീൻ. പടച്ചവനെ, എനിക്ക് അധികാരം നൽകി നീ, സ്വപ്നങ്ങളുടെ താഴ്ബീർ വ്യാഖ്യാനം പഠിപ്പിച്ചു എന്ന്, ആകാശഭൂമിയുടെ സൃഷ്ടാവായ റബ്ബേ, നീയാണ് ഈ ലോകത്തും പരലോകത്തും എൻ്റെ വലിയ, എൻ്റെ സഹായി. ഇത്രയും പറഞ്ഞ് തൻ്റെ ആവശ്യം പറയുന്നത്, തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്വാലിഹീൻ. തവഫനി മുസ്ലിമൻ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണമേ, അഥവാ മരണം വരെ മുസ്ലിമായി ജീവിപ്പിക്കണമേ. വൽഹിഖ്നി ബിസ്വാലിഹീൻ, സ്വാലിഹീങ്ങളിൽ, സജ്ജനങ്ങളിൽ എന്നെ ചേർക്കണമേ. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ട തേട്ടം, തവഫനി മുസ്ലിമൻ